ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മളുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ ഭരണത്തിൽ നിന്ന് ഇറക്കിയതിന് ശേഷം അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ, കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത ആണ്. മുഹമ്മദ് യൂനുസ് എന്ന ഭരണാധികാരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഡെസിഗ്നേഷൻ പ്രസിഡന്റ് എന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള ഡെസിഗ്നേഷൻ ഒന്നുമില്ല. ചീഫ് ഇന്ററിം ചീഫ് അഡ്വൈസർ, അങ്ങനെയാണ് പറഞ്ഞൊരു ഡെസിഗ്നേഷനാണുള്ളത്. അപ്പോൾ അദ്ദേഹം തൽക്കാലത്തേക്ക് ഒരു ഭരണത്തലവൻ എന്ന രീതിയിലാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. എലക്ഷൻ ഭാവിയിൽ നടത്താം അല്ലെങ്കിൽ നടത്തുമെന്നുള്ളൊരു വാഗ്ദാനമൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ എലക്ഷൻ നടത്തുന്ന യാതൊരു ലക്ഷണങ്ങളും അവിടെ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലെല്ലാം കാണുന്ന പോലെ തന്നെ ജനങ്ങൾക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ഷെയ്ഖ് ഹസീന അവിടുന്ന് അട്ടിമറിച്ച് ഭരണത്തിൽ ഇദ്ദേഹം വന്നത്. പക്ഷേ വന്നതിന് ശേഷം അടിക്കടി അവിടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ബംഗ്ലാദേശ് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു അവസ്ഥയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായിട്ടുള്ള ക്ഷത ഏറ്റു കഴിഞ്ഞാൽ രാജ്യത്തിന് മുൻപോട്ട് സുസ്ഥിരമായിട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് പല ലോകരാജ്യങ്ങളുടെ അനുഭവത്തിൽ നിന്ന്, നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും നമ്മുടെ അടുത്ത നെയ്ബർ ആയിട്ടുള്ള പാകിസ്ഥാൻ്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇത്രയും അധപ്പതിച്ചു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഭരണം നിശ്ചലമാകുന്നു. ഭരണം അവിടെ നിശ്ചലമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികാരവർഗം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ തീർച്ചയായിട്ടും അവരുടെ സ്ഥാപിത ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഭരണവർഗമായതുകൊണ്ട്, അതിപ്പം സിവിലിയൻ ഗവൺമെൻറ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പാർലമെൻറ്റ് ഉൾപ്പെടുന്ന ഒരു സംവിധാനമായാലും, മിലിറ്ററി ഇൻ്റലിജൻസ് ആയാലും, അല്ലെങ്കിൽ മറ്റ് അവരുടെ ഇലീറ്റ്സ് വർഗത്തിലുള്ള ഭരണവർഗത്തിലുള്ള ആൾക്കാർ ഒക്കെ തന്നെ എന്താണ് അവിടെ ചെയ്തു കൂട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഭരണവും അല്ലെങ്കിൽ നയപരിപാടികളൊന്നുമല്ല അവിടെ അവർ സ്വീകരിക്കുകയും നടപ്പിലാക്കുന്നത്. മറിച്ച് അവർക്കും അവരുടെ കുടുംബത്തിനും പിന്നെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ, വഴികൾ ആലോചിക്കുകയും ആ വഴികൾ അവർ മറ്റ് വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ ചൈന ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ചാഞ്ഞും ചരിഞ്ഞ് നിന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു ഭരണ രീതിയും അവിടെ നടക്കുന്നില്ല പാകിസ്ഥാനിൽ. പിന്നെ അതിനെ ഉപരിയായിട്ട് മത തീവ്രവാദവും അല്ലെങ്കിൽ വളരെ എന്താ പറയുക റാഡിക്കലായിട്ടുള്ള മത പരിപാടികൾ, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുള്ളൊരു ഭരണ സംവിധാനം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് പുരോഗതിയുടെ പാതയിലൊക്കെ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ബംഗ്ലാദേശ് ഇപ്പോൾ നേരിടുന്ന അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആണല്ലോ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സൗഹൃദം സ്ഥാപിച്ച് ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ അട്ടിമറിച്ചിട്ട് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഭരണം വരികയും, പക്ഷേ സ്വയം പാര പണിഞ്ഞുകൊണ്ട് ആണ് ഇതെല്ലാം നടന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പാകിസ്ഥാനെപ്പോലെ തന്നെ പാകിസ്ഥാൻ്റെ വഴിയിലേക്ക് തന്നെ ബംഗ്ലാദേശും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് ഏഷ്യയിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് അല്ലെങ്കിൽ സമ്പദ്ഘടനയായിട്ട് മാറിയ ഒരു രാജ്യം തകർച്ചയുടെ പാതയിൽ, നമുക്കിപ്പോൾ അറിയാം, വളർച്ചയ്ക്ക് ഒത്തിരി സമയമെടുക്കും. വളർച്ച മന്ദഗതിയിലായിരിക്കും. പക്ഷേ ഒരു രാജ്യവും സമൂഹവും ഒക്കെ തകരാൻ വലിയ സമയമൊന്നും വേണ്ടി വരത്തില്ല, ഇല്ലേ? തകർച്ചയിലേക്ക് കൂപ്പുകുത്തുവാൻ വലിയ സമയമൊന്നുമില്ല. കാരണം മുകളിലോട്ട് പോകാനാണല്ലോ നമുക്ക് ഒത്തിരി ഊർജവും സമയമൊക്കെ വേണ്ടി വരുന്നത്. താഴേക്ക് വരുവാൻ വേണ്ടി അത്രയും ഊർജത്തിൻ്റെയും അല്ലെങ്കിൽ സമയത്തിൻ്റെയും ആവശ്യമില്ല. അപ്പം നമ്മൾ അവരുടെ സമ്പദ്ഘടനയുടെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിലായിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ തന്നെ ഇപ്പോൾ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതെല്ലാം ഈ മുഹമ്മദ് യൂനുസ് എന്ന നോബൽ പ്രൈസ് ജേതാവ് വന്നതിന് ശേഷം അവിടെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ആകസ്മികമല്ല.
എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പറഞ്ഞ ജിഹാദി റാഡിക്കലൈസേഷൻ ഏത് രാജ്യത്ത് പിന്നെ താണ്ഡവമാടുന്നു അതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനോട് കൂടി പദ്ധതികളോട് തന്നെ ആ രാജ്യത്ത് കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. കാരണം വളർച്ചയുടെ പാതയിലേക്ക് പോകുന്ന ഏത് രാജ്യത്തെ നശിപ്പിക്കാൻ പണ്ട് കമ്മ്യൂണിസം എന്ന ചീട്ടുണ്ടായിരുന്നു, തുറുപ്പിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കമ്മ്യൂണിസം സോഷ്യലിസം എന്ന തുറുപ്പിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞാൽ അതിന് പകരം ഇസ്ലാം എന്ന തുറുപ്പുചീട്ട് ഉപയോഗിക്കാൻ കഴിയുന്നിടത്ത്, അല്ലെങ്കിൽ റാഡിക്കൽ റിലീജിയസ് ആയിട്ടുള്ള തുറുപ്പുചീട്ട് ഉപയോഗിക്കാൻ കഴിയുന്നിടത്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്തെ സമൂഹത്തെ പിന്നോട്ട്, വികസനത്തിൻ്റെ പാതയിൽ നിന്ന് പിന്നോട്ട് പിടിച്ച് വലിക്കും, ആ രാജ്യത്തെ നശിപ്പിക്കും എന്നുള്ള കൃത്യമായി അറിയാവുന്ന ഗ്ലോബൽ അധികാരവർഗങ്ങൾ അത് കൃത്യമായിട്ട് ഏത് രാജ്യത്ത് ഏത് രീതിയിൽ ഉപയോഗിക്കണോ ആ രീതിയിൽ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പരുവത്തിൽ ആ രാജ്യത്തെ ആക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് ആകസ്മികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഗ്ലോബൽ പൊളിറ്റിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ കോൾഡ് വാർ അല്ലെങ്കിൽ ശീതകാല സമരത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിസം കൊടികുത്തി വാഴിയിരുന്ന സമയത്ത്, അന്ന് പല രാജ്യങ്ങളെയും നിശ്ചലമാക്കുവാനും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുവാനും മുരടിപ്പിക്കുവാനും അല്ലെങ്കിൽ പല രാജ്യങ്ങളെ നശിപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് കമ്മ്യൂണിസമാണ് ശരിക്കും. കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ നമുക്കറിയാം യുദ്ധങ്ങളും സിവിൽ വാറുകളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ അധപ്പതനത്തിന് ശേഷം, അല്ലെങ്കിൽ കമ്മ്യൂണിസം അധപ്പതിച്ചു എന്ന് നമ്മൾ പറയുന്ന ഒരു സമയം മുതൽ 89-90 കാലഘട്ടത്തിന് ശേഷം നമ്മൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ജിയോ പൊളിറ്റിക്കൽ ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ജിഹാദി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റിലീജിയസ് ഫണ്ടമെൻ്റൽ ഇല്ലേ, നമ്മളെ തീവ്ര മതപരമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും ഏത് രാജ്യത്ത്, ആ രാജ്യത്ത് പ്രത്യേകിച്ച് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അങ്ങനെ റാഡിക്കലൈസ് ചെയ്ത രാജ്യങ്ങളാണ് പാകിസ്ഥാനായാലും ശരി, ബംഗ്ലാദേശ് ആയാലും ശരി. ഇന്ത്യയിൽ നമുക്ക് റാഡിക്കലൈസേഷൻ കാണാൻ പറ്റും പലതരത്തിൽ. അതുപോലെ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നമുക്കിതെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ യമൻ, സുഡാൻ, അല്ലേ, സിറിയ, ലെബനൻ, ലിബിയ, ഇറാഖ്, ഇതുപോലുള്ള പല രാജ്യങ്ങളും നമുക്കിതുപോലുള്ള റിലീജിയസ് റാഡിക്കലൈസേഷൻ്റെ ദൂഷ്യഫലങ്ങളും ആ രാജ്യം എത്രത്തോളം ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തപ്പെട്ടു എന്നൊക്കെയുള്ള നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശും തീർച്ചയായിട്ടും ഒരിക്കലും അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു കേസ് അല്ല, കേസ് സ്റ്റഡി അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതൊന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യങ്ങളല്ല. ഓക്കെ. അപ്പം ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഉള്ള ബംഗ്ലാദേശ് പിന്നെ ഇന്ത്യയുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. അവർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശ് വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമ്പദ്ഘടനയായിരുന്നു. അവരെ ഭരണത്തിൽ നിന്ന് അട്ടിമറിച്ച് മാറ്റിയതിന് ശേഷം ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു മുങ്ങുന്ന കപ്പലായി മാറിയിരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എവിടെയും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പേരിലാണല്ലോ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും എളുപ്പമാണല്ലോ ശരിക്കും. അപ്പം അങ്ങനെ ഹസീനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും യൂനുസ് അധികാരത്തിൽ വരികയും ചെയ്തു. ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ നൽകി, പ്രതീക്ഷകളൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം നോബൽ പ്രൈസ് ജേതാവായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമാനായിരിക്കും, നമ്മുടെ ഇവിടുത്തെ മൻമോഹൻ സിംഗ് പോലെ. അപ്പം രാജ്യത്തിൻ്റെ അവസ്ഥയ്ക്കും സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സമ്പദ്ഘടനയുടെ അവസ്ഥയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടാകുവാനും ബംഗ്ലാദേശ് കൂടുതൽ വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്നൊക്കെയുള്ള പ്രതീക്ഷ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചില്ല. അതിന് പകരം നേരെ വിപരീത ദിശയിലേക്കാണ് ബംഗ്ലാദേശിൻ്റെ പോക്കെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആർമിയും അല്ലെങ്കിൽ സൈന്യവും ഒക്കെ തന്നെ ഇപ്പോൾ സീനിൽ വന്നിരിക്കുകയാണ്. സൈന്യവും യൂനുസും തമ്മിൽ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പാതയിലാണ്. വികസനത്തിൻ്റെ നായകൻ എന്നുള്ള പരിവേഷത്തോടെയാണ് നോബൽ ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനുസ് വന്നത്. ഇടക്കാല സർക്കാരാണ് രൂപീകരിച്ചത്. ഇലക്ഷൻ ഭാവിയിൽ നടത്തുമെന്നുള്ളൊരു പ്രോമിസൊക്കെ നൽകിയിരുന്നു. അപ്പോൾ അവിടുത്തെ യുവജനങ്ങളെയൊക്കെ കൂടുതൽ ആകർഷിച്ചിരുന്നു. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ വലിയ ബുദ്ധിമാനായതുകൊണ്ട്, നോബൽ പ്രൈസ് ജേതാവായതുകൊണ്ട് രാജ്യത്ത് വെച്ചടി കയറ്റം ഉണ്ടാകുന്നൊക്കെയുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും പാകിസ്ഥാനെ പോലെ തന്നെ
തീവ്രമായിട്ടുള്ള മതസംഘടനകൾക്ക് വലിയ സ്വാധീനമാണുള്ളത്. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അവരൊന്നും തലപൊക്കിയിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും പൊതുവെ ബംഗ്ലാദേശ് സമൂഹത്തിൽ, രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്രമത സംഘടനകൾക്ക് വൻ സ്വാധീനവും ആഴത്തിലുള്ള വേറിട്ട ഉറക്കുണ്ട്. അപ്പോൾ അവർക്ക് ഏത് സമയത്തും രാജ്യത്തെ അട്ടിമറിക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മതതീവ്രവാദ സംഘടനകളുടെ ആജ്ഞയ്ക്കനുസരിച്ച് മാത്രമേ മുഹമ്മദ് യൂനുസിനും കാഴ്ചവെച്ച ഭരണങ്ങൾ എന്താണോ അത് നടത്താൻ സാധിച്ചിട്ടുള്ളൂ. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയൊക്കെ ഹനിച്ചും അതുപോലെ തന്നെ മത സ്വാതന്ത്ര്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയൊക്കെ വെച്ച് തന്നെയാണ് മുഹമ്മദ് യൂനുസിൻ്റെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഏഷ്യയിലെ ഏറ്റവും വളരുന്ന, ഏഷ്യയിലാണ് കേട്ടോ, സൗത്ത് ഏഷ്യയിലല്ല, ഏഷ്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ്ഘടന ആയിരുന്നു ബംഗ്ലാദേശ്. അപ്പോൾ അതിൽ നിന്ന് അതിവേഗ തകർച്ചയിലേക്ക് ബംഗ്ലാദേശ് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സമ്പദ്ഘടനയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന, നട്ടെല്ലെന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഏറെക്കുറെ കുളിപ്പിച്ച് കിടത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ യൂനിസിൻ്റെ നയങ്ങൾ കാരണമായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ എക്സ്പോർട്ടിൻ്റെ, രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ 80% അല്ലെങ്കിൽ 80% ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുള്ളായിരുന്നു. ആ ടെക്സ്റ്റൈൽ മേഖലയൊക്കെ ഏകദേശം ഇപ്പോൾ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണിമുടക്ക്, തൊഴിലാളി പ്രശ്നങ്ങൾ, വേതനവുമായി ബന്ധപ്പെട്ട, ശമ്പളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം ആ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ലോകോത്തര കമ്പനികളെല്ലാം തന്നെ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഓർഡറുകൾ നിർത്തലാക്കി ഇന്ത്യയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാൻ സാധിക്കും. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടുത്തെ വസ്ത്രനിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ 6 മാസമായിട്ട് തൊഴിൽ നഷ്ടമായത്. അതൊക്കെ അവിടെ വൻതോതിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈന്യം ഇതെല്ലാം, അങ്ങനെ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. കാരണം സൈന്യം തീർച്ചയായിട്ടും ഈ ഒരു ഭരണത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും, അതായത് യൂനിസിനെ, പ്രക്ഷോഭത്തിൽ കൂടാണല്ലോ യൂനിസിനെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നത്. വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്നതാണെങ്കിൽ ഇപ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലും പ്രവർത്തന രീതിയിലൊന്നും തൃപ്തരല്ല. തൊഴിലില്ലായ്മയും ദാരിദ്ര്യമൊക്കെ വൻതോതിൽ വർദ്ധിച്ചു വരുന്നുണ്ടൊരു വയസ്സ്. മറുവയസ്സ് മതതീവ്ര സംഘടനകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ തിട്ടൂരം എന്നുവെച്ചാൽ അവർ പറയുന്നതനുസരിച്ച് മാത്രമേ ഭരണം ചക്രം ചലിപ്പിക്കാവൂ എന്നുള്ളൊരു തിട്ടൂരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം യൂനസ് അവർക്ക് തീർച്ചയായിട്ടും അടിമപ്പെട്ടതിനാണ് ഇത്രയും ദിവസം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. അപ്പോൾ യൂനുസും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള നിലപാടുകൾ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് അനുകൂലമല്ലാത്ത നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ ആകപ്പാടെ ബംഗ്ലാദേശ് വളരെ സങ്കീർണമായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചില സാമ്പത്തികമായിട്ടുള്ള ചില നിലപാടുകൾ ബംഗ്ലാദേശിനെതിരെ എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും കൂടുതൽ അടുക്കുകയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ലക്ഷണം നമ്മൾ കണ്ടു തുടങ്ങിയപ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില പ്രഷർ ടാക്ടിക്സ് നമ്മൾ എടുക്കുകയുണ്ടായി, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവരുടെ ട്രാൻസ്ഷിപ്മെൻ്റ് ഒക്കെ ഇന്ത്യയിൽ കൂടെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശ് കൂടുതൽ സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ സൈന്യത്തിൻ്റെ ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. രാജ്യം കൂടുതൽ സങ്കീർണതകളിലേക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നുള്ളൊരു തിരിച്ചറിവ് സൈന്യത്തിന് വന്നിട്ടുണ്ട്. അവിടുത്തെ പട്ടാള മേധാവി യൂനുസിന് ഒരു എന്താണ് പറയുന്നത്, യൂനുസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തി ഭരണം ഒഴിഞ്ഞു പോകണമെന്നുള്ള രീതിയിൽ. കഴിഞ്ഞ ഓഗസ്റ്റിലാണല്ലോ യൂനുസ് വന്നത്. അതായത് പെട്ടെന്ന് തന്നെ ചുമതല കൈമാറുമെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ഭരണം ഏകദേശം ഒരു വർഷത്തിനടുത്താകാൻ പോകുന്നു. എന്നിട്ടും ഇലക്ഷൻ നടത്തി പുതിയ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു ലക്ഷണവും അവിടെ കണ്ടുവരുന്നില്ല. അധികാരം ആസ്വദിച്ചു തുടങ്ങിയ യൂനുസ് വാക്കുമാറുമെന്ന് ഓർമ്മപ്പെടുത്തലാണ് സൈന്യം നടത്തിയത്. അപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാർണിംഗ് എന്ന രീതിയിൽ യൂനുസിനെ കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തി അധികാര കൈമാറ്റം നടത്തുക എന്നുള്ളത്. ഇന്ത്യ വിരുദ്ധതയാണല്ലോ യൂനുസിൻ്റെ. കാരണം ചൈനയുമായിട്ടും പാകിസ്ഥാനായിട്ടൊക്കെ കൂടുതൽ അടുക്കുന്ന, പ്രത്യേകിച്ച് ചൈനയുമായിട്ട് കൂടുതൽ അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചൈനയുടെ ഒരു പ്രോക്സിയായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കുമെന്ന് വരെ
ഒരു ഘട്ടത്തിൽ യൂനുസ് പറഞ്ഞിരുന്നു. അത് യൂനുസിനെ ഇന്ത്യയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിടുവായുത്തരം പറഞ്ഞത്. ഇന്ത്യ വിരുദ്ധർക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ച് പാക് ഭീകരവാദ സംഘങ്ങൾക്ക് അഭയം മേകിയതും രാജ്യത്ത് അശാന്തി മുളപ്പിക്കുന്ന സമീപനമാണ് യൂനുസിൽ നിന്നുണ്ടായത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിൽ കാണുന്ന കാഴ്ചകളാണ്. ഇന്ത്യയെ വെറുപ്പിക്കുക എന്നുള്ളൊരു നയപരിപാടിയാണ് അദ്ദേഹം ആദ്യം മുതൽ സ്വീകരിച്ചത്. മറിച്ച് ഇന്ത്യയുടെ കൂടുതൽ സൗഹൃദമായിട്ട് നിൽക്കുന്ന രാജ്യമാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥകൾ ഉണ്ടാകാൻ ഉള്ള സാഹചര്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പാകിസ്ഥാനായാലും ശരി, ബംഗ്ലാദേശിനായാലും ശരി, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ചൈന ഒഴിച്ചുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇന്ത്യയുമായിട്ടൊരു സൗഹൃദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ക്രോസ് ബോർഡർ ട്രേഡ് മാത്രം മതി, അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള വാണിജ്യവും വ്യാപാരവും മാത്രം മതി ഈ രാജ്യങ്ങൾക്ക് സുസ്ഥിരമായി നിലനിൽക്കാനും അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും. പക്ഷേ അതിന് മുതിരാതെ പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടൊക്കെ കൈകോർത്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇന്ത്യയായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ ഈ രാജ്യങ്ങൾക്കെതിരെ എടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് ഈ രാജ്യങ്ങളുടെയൊക്കെ തന്നെ വളരെ മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയും അല്ലെങ്കിൽ അവരെ കടക്കണിൽ കൊണ്ടെത്തിക്കാതിരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള പലതരത്തിലുള്ള നയങ്ങളും അല്ലെങ്കിൽ നിലപാടുകളും ഈ രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള ഇന്ത്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് യൂനുസിൻ്റെ ഭാഗത്തുനിന്ന് സൂയിസൈഡൽ നമുക്ക് പറയുന്നത്, ആത്മഹത്യാപരം പറയുന്ന നിലപാടുകൾ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യാൻമാറിൽ നിന്നുള്ള ഒരു റോഹിംഗ്യ അഭയാർത്ഥികളെ കൂടുതലായി സ്വീകരിക്കുന്നതിനുള്ള ഒരു നിലപാട് യൂനുസ് സ്വീകരിച്ചിരുന്നു. അതൊക്കെ രാജ്യത്ത് വലിയ പ്രക്ഷോഭത്തിന് കാരണമാക്കിയിട്ടുണ്ട്. മനുഷ്യത്വപരമെന്ന് പറയുമ്പോൾ തന്നെ, കാരണം ഹ്യൂമാനിറ്റേറിയൻ ബേസിലാണെന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്ത് നമുക്കറിയാം ഇന്ത്യയിൽ അഭയാർത്ഥികൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാ രാജ്യത്തും അതിനാണ് വിഷയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെയും അശാന്തി, രാജ്യത്തെ സമൂഹത്തിൽ സാമൂഹികമായിട്ടുള്ള അശാന്തി പടർത്തുന്ന ഒരു നയമാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഒരു നിലപാട് യൂനുസ് സ്വീകരിക്കുന്നതും മൂലം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അധികനാൾ യൂനുസിനെ ഇങ്ങനെ തുടരാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം ആർമിയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം യൂനുസിൻ്റെ മുകളിലുണ്ട്. എലക്ഷൻ വളരെ ഈ വരുന്ന ഷോർട്ട് ടൈമിൽ അദ്ദേഹത്തിന് നടത്തിയിട്ട് ഭരണം കൈമാറിയാൽ മാത്രമേ അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് പീസ്ഫുള്ളായിട്ട് ഒരു എക്സിറ്റ് സംഭവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹൗസ് അറസ്റ്റിലായിരുന്നൊക്കെയുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ടുള്ളതല്ല എന്നാൽ തന്നെയും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ റിസ്ക് ആക്കുന്ന ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കാരണം ആർമി നമുക്കറിയാം, ഏത് രാജ്യത്തും ആർമി വളരെ പവർഫുള്ളാണ്. ആർമി ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്ന സിവിലിയൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സിവിലിയൻ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് സ്വസ്ഥമായി, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാനായാലും ഈവൻ ശ്രീലങ്ക ആയാലും, ഇന്ത്യയിൽ പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനൊരു സ്കോപ്പില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവിടെ സിവിലിയൻ ഗവൺമെൻറ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ, സിവിൽ ഗവൺമെൻറ് വളരെ സ്റ്റേബിളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ക്രൈസിസ് ഉണ്ടായാൽ തന്നെ ഭരണപരമായിട്ടുള്ള ക്രൈസിസ് ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാകാം, പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഭരണതലത്തിലുള്ള ക്രൈസിസ് ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആർമിക്ക് ഇവിടെ നമ്മളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്, വെൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഇവിടെ ഭരണപരമായിട്ടുള്ള ക്രൈസിസുകൾ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലുമില്ല. അതുതന്നെയല്ല, അങ്ങനെ അഥവാ ഉണ്ടായാൽ തന്നെ ഇവിടെ ആർമി അല്ലെങ്കിൽ മിലിറ്ററി ഇവിടെ ഇൻ്റർഫിയർ ചെയ്യാനുള്ള സ്കോപ്പും ഇല്ല. പക്ഷേ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഈവൻ ശ്രീലങ്കയിലായാലും നേപ്പാളിലായാലും ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, ഈവൻ ചൈനയിലൊക്കെ നമ്മളതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഭരണ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവിടെ ആർമി അല്ലെങ്കിൽ മിലിറ്ററി ഇടപെടാനുള്ള സ്കോപ്പുണ്ട്, അവിടെ ഇടപെട്ടിട്ടുണ്ട്. ആർമിക്ക് അതുകൊണ്ട് അവിടെ അപ്പർ ഹാൻഡുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ തീർച്ചയായിട്ടും ആർമി ഓൾറെഡി യൂനുസിനെ വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂനുസ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിർവഹിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, ചിലപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും സ്റ്റെബിലിറ്റി ഉള്ളൊരു രാജ്യം ഉള്ളൊരു നിലയിൽ നിന്ന് ഇപ്പോൾ വളരെ പ്രതിസന്ധികളും സങ്കീർണതകളും മാത്രം നേരിടുന്ന ഒരു രാജ്യമായിട്ട് കൂപ്പുകുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ്. അത് തീർച്ചയായിട്ടും ഈ പുതിയ ഭരണ നേതൃത്വം ഏറ്റെടുത്ത മുഹമ്മദ് യൂനുസിന്
മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തിൻ്റെ ഭരണം തീർച്ചയായിട്ടും തൃപ്തികരമല്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഏകദേശം തെളിവോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബംഗ്ലാദേശിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയും മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ വണ്ടർഫുൾ ഡേ.